ഈ ക്ലാസ്സിൽ നെയിംഡ് റേഞ്ച് എന്താണെന്നും സം, ദെൻ മിനിമം, മാക്സിമം, ആവറേജ്, ദെൻ സം ഈ ഫങ്ഷൻസ് ഇതൊക്കെയാണ് പഠിക്കുന്നത്. നെയിംഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ സെൽ അഡ്രസ്സിന് പകരമായിട്ട്, സെൽ റെഫറൻസസിന് പകരമായിട്ട് കൊടുക്കുന്ന നെയിമാണ് നെയിംഡ് റേഞ്ച് ഓർ ഡിഫൈൻഡ് റേഞ്ച് എന്ന് പറയുന്നത്. നെയിംഡ് റേഞ്ച് കൊടുക്കുന്നതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. ഈ ഫോർമുല സിംപ്ലിഫൈ ചെയ്യാനും കൂടുതൽ മനസ്സിലാക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ്, വർക്ക് കുറച്ചുകൂടെ ഈസി ആക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് ഈ നെയിംഡ് റേഞ്ച് ഉപയോഗിക്കുന്നത്. സെല്ലിനെയോ റേഞ്ച് ഓഫ് സെൽസിനെയോ അങ്ങനെ പേര് കൊടുക്കാം. നെയിംഡ് റേഞ്ച് എന്താണെന്ന് പറയാം. റേഞ്ച് ഓഫ് സെൽസിന് ഒരു പേര് കൊടുക്കാം. ഈ മന്ത്ലി സാലറി എന്നുള്ളത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ വരെ സെലക്ട് ചെയ്താൽ പോരാ, സെലക്ട് ചെയ്യുമ്പോൾ ഈ താഴെ വരെയും സെലക്ട് ചെയ്യണം. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, പുതുതായിട്ട് ഒരാളുടെ ഡീറ്റെയിൽസ് കൂടി അല്ല ഒന്നോ രണ്ടോ പേരുടെ ഇവിടെ വരെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ ഡീറ്റെയിൽസ് ഓൾറെഡി ആഡഡായി വരും. അത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യാതെ ഇവിടുത്തെ സം ഒന്ന് നോക്കാം. റേഞ്ച്, നെയിംഡ് റേഞ്ച് ഉപയോഗിക്കാതെയാണ് ഈക്വൽ സം സെലക്ട് ചെയ്യാം. ദെൻ ഇത്രയും സെൽ സെലക്ട് ചെയ്തു, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സാലറിയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് പെട്ടെന്ന് ഒരാൾ വന്നു, പുതിയൊരാൾ വന്നു. അപ്പോൾ 10,000 ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ വ്യത്യാസമൊന്നും വരുന്നില്ല. നമ്മൾ വീണ്ടും ഫോർമുല ഉപയോഗിച്ച് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നു. 50,000 വന്നു, ഇവിടെ വ്യത്യാസം വരുന്നില്ല. ഇവിടെ വീണ്ടും നമ്മൾ ഫോർമുല കൊടുത്ത് ആഡ് ചെയ്യേണ്ടി വരുന്നു. അതേസമയം ഒരു നെയിംഡ് റേഞ്ചിലാണെങ്കിൽ ഇപ്പോൾ ഇത് ഒരു നെയിം കൊടുക്കാം. ഈ മന്ത്ലി സാലറി സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കാം. റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് നെയിം എ റേഞ്ച് എന്ന പേര് കൊടുക്കാം. ഇങ്ങനെയും പേര് കൊടുക്കാം. അതുപോലെ തന്നെ ഫോർമുലാസിൽ മെനുവിൽ നിന്നും നെയിം മാനേജർ സെലക്ട് ചെയ്ത് ന്യൂ പേര് കൊടുക്കാം. റൈറ്റ് ക്ലിക്ക് ഉപയോഗിക്കാം. ഇത് ഇവിടെ വരെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ഉപയോഗിച്ച് നെയിം എ റേഞ്ച് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. അവിടെ നമുക്ക് സാലറി എന്ന് ടൈപ്പ് ചെയ്യാം. സാലറി. ഓക്കെ. നെയിംഡ് റേഞ്ച് ക്രിയേറ്റ് ചെയ്തു. സം ഒന്ന് കാണാം. ഈക്വൽ സം. അവിടെ നമ്മൾ നെയിംഡ് റേഞ്ച് കൊടുക്കാം. സാലറി എന്നായിരുന്നു പേര് കൊടുത്തിരുന്നത്. ഇവിടെ എത്തിയിട്ടുണ്ട് അത്. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എൻ്റർ കൊടുക്കാം. ഇവിടെ നമ്മൾ നെയിംഡ് റേഞ്ച് ഉപയോഗിച്ചിട്ട് കണ്ട സാലറിയാണ്. അപ്പോൾ ഇവിടെ നമുക്കിനി ഒരു പുതിയ ഒരാൾ, ഒരു എംപ്ലോയി വന്നു. അയാൾക്ക് സാലറി 10,000 ആണ്. അപ്പോൾ അതിവിടെ വ്യത്യാസം ഓട്ടോമാറ്റിക്കായിട്ട് വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ ഇവിടെ 32,000 വരുമ്പോഴും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ നെയിംഡ് റേഞ്ചിലുള്ള ഒരു ഗുണം. നമുക്ക് എക്സ്ട്രാസ് ആഡ് ചെയ്യാം വീണ്ടും ഓട്ടോമാറ്റിക്കായിട്ട്. ഇതിപ്പോൾ നേരത്തെ നമ്മൾ സാധാരണ സം ചെയ്തതാണ്. ഇത് നെയിംഡ് റേഞ്ച് ഉപയോഗിച്ച് സം ചെയ്തതാണ്. ഇതാണ് നെയിംഡ് റേഞ്ച്. അതുപോലെ തന്നെ ഈ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റും നമുക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതും ഇവിടെ വരെ സെലക്ട് ചെയ്യാം. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. റൈറ്റ് ക്ലിക്ക് കൊടുക്കാം. നെയിം എ റേഞ്ച്, ഡിപ്പാർട്ട്മെൻറ്റ് DEPT എന്ന് കൊടുക്കാം. DEPT. ഓക്കെ. ദെൻ ഈ എംപ്ലോയി നെയിം, അവരുടെ നെയിമും വീണ്ടും നമുക്ക് ആഡ് ചെയ്യേണ്ടി വന്നാൽ ഓക്കെ ഇവിടെ വരെ കൊടുക്കാം. നെയിം എ റേഞ്ച്, അവിടെ നെയിം എന്ന് കൊടുക്കാം. നെയിം. ഓക്കെ. നമുക്ക് ഈ ഒരു നെയിംഡ് റേഞ്ച് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ്, നെയിം, സാലറി, ഇങ്ങനെ 3 നെയിംഡ് റേഞ്ച് ഉണ്ട്. അടുത്തതായിട്ട് നമുക്ക് ടോട്ടൽ മന്ത്ലി സാലറി കണ്ടുപിടിക്കാം. അതിനായിട്ട് ഇപ്പോൾ ഇത് ഡിപ്പാർട്ട്മെൻറ്റ് കോളമാണ്. നമ്മളിത് നെയിംഡ് റേഞ്ചിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ദെൻ മന്ത്ലി സാലറി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടിടവും ഒരു കാൽക്കുലേഷനും ചെയ്യില്ല. അപ്പോൾ ഇവിടെ കൊടുക്കാം ടോട്ടൽ മന്ത്ലി സാലറി ഈക്വൽ സം സെലക്ട് ചെയ്യാം. ദെൻ സാലറി എന്ന് കൊടുക്കാം. ഇവിടെ വന്നിട്ടുണ്ട് സാലറി ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എൻ്റർ കൊടുക്കാം. ടോട്ടൽ സാലറി കിട്ടിയിട്ടുണ്ട്. ഇനി ലോവസ്റ്റ് മന്ത്ലി സാലറിയാണ്. ലോവസ്റ്റ് മന്ത്ലി സാലറി മിനിമം എന്നുള്ള ഓപ്ഷനാണ്. ഈക്വൽ മിനിമം മിൻ എന്നുള്ള ഓപ്ഷനാണ്. മിൻ ബ്രാക്കറ്റ് സാലറി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. അപ്പോൾ 10,000 ഏറ്റവും മിനിമം ലോവസ്റ്റ് മന്ത്ലി സാലറി. ദെൻ ഹയസ്റ്റ് മന്ത്ലി സാലറി നോക്കാം. മാക്സിമം എന്നുള്ള ഓപ്ഷനാണ്. ഈക്വൽ മാക്സിമം ബ്രാക്കറ്റ് സാലറി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ പ്രസ് ചെയ്തു. അപ്പോൾ മാക്സിമം സാലറിയാണ് 50,000. ദെൻ ആവറേജ് മന്ത്ലി സാലറി, ആവറേജ് എന്നുള്ള ഓപ്ഷനാണ്. ഈക്വൽ ആവറേജ് ബ്രാക്കറ്റ് സാലറി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യുക. ദെൻ ടോട്ടൽ മന്ത്ലി സാലറി ഇൻ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ മന്ത്ലി സാലറിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് പറയുന്നത് കൊണ്ട് ഈഫ് കണ്ടീഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈക്വൽ സം ഈഫ് ബ്രാക്കറ്റ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റാണ്, ആദ്യം ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്യണം, കോമ, ദെൻ സെയിൽസിലെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ഡബിൾ കോട്ട്സിൽ കൊടുക്കുക, സെയിൽസ് ഡബിൾ കോട്ട്സിൻ്റെ ചെയ്യുക, ദെൻ വീണ്ടും കോമ. ഇനി സാലറിയാണ്, സാലറി, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ മന്ത്ലി സാലറി കിട്ടി. അപ്പോൾ ഇതാണ് നെയിംഡ് റേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കാൽക്കുലേഷൻസ് വളരെ എളുപ്പമാകും.